എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച് അതിൽ നിന്നൊരു ചിന്ത മാത്രം. സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ, സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ മേൽ ദൈവം ചൊരിഞ്ഞ അസാധാരണമായ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ ആ അനുഗ്രഹത്തിന് സ്തുതി അർപ്പിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന ഒരു ഭാഗമാണ് അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ്. ഈ ലേഖനം അപ്പസ്തോലൻ എഴുതുമ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയാം അല്ലേ? താനെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ എഴുതുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. ഈ യഹൂദ പണ്ഡിതനായ അപ്പസ്തോലനായ വിശുദ്ധ പോള് യഹൂദ ചിന്താഗതിയിൽ അവരനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവര് ഒറ്റ വാക്കിലാണ് അതിനെ ഉൾപ്പെടുത്തുന്നത്. മെഴ്സീസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മഹാകരുണ. അതില് യഹൂദനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പ്, ദൈവം അവരെ നടത്തിയ വിധം, ദൈവം അവർക്ക് കൊടുത്ത ടെമ്പറൽ ആയിട്ടുള്ളത് ആ കാര്യങ്ങള്, ദൈവം അവരെ സൂക്ഷിക്കുന്ന കാര്യങ്ങള്, ദൈവം അവർക്ക് കൊടുത്ത എല്ലാം അടങ്ങിയിട്ടുണ്ട് ദൈവത്തിന്റെ മഹാകരുണ. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോ ആ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയരെ. അതിന്റെ 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നത്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അല്ലെ, ദൈവത്തിന്റെ മനസ്സലിവ്. ഹല്ലേലൂയ. The mercies of God. ഇവിടെ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് ബ്ലെസ്സസ് ഗോഡ്, ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹി ബ്ലെസ്സസ് ഗോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ചിന്താഗതിയില് എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ധന്യനായ ദൈവം, ധന്യനായ ഏകാധിപതി, blessed be the Father, blessed be the Son, blessed be the Holy Spirit. ധന്യനായ ദൈവം. ആ ഒരു അർത്ഥത്തില അങ്ങ് ധന്യനാകുന്നു, അങ്ങ് ധന്യനായ ഏകാധിപതിയാണ്. ഹല്ലേലൂയ. ശരിക്കും എന്റെ പ്രിയരെ, നമ്മളിപ്പോ കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇന്ന് രാവിലെ എഴുന്നേറ്റതും, ഇന്ന് നമ്മൾ ജോലിക്ക് പോയതും, നമുക്കിന്ന് ജോലി ചെയ്യാനുള്ള ദൈവം ആരോഗ്യം തന്നതിനും, നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ ദൈവം കാത്തു സൂക്ഷിച്ചതിനൊക്കെ എപ്പോഴും, കാരണം നമുക്ക് അത് നോക്കിയാൽ നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുന്ന ഒരു സമയമില്ല. എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന കാര്യമല്ലേ? അതേ, നമ്മൾ നന്ദിയുള്ള പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാനോ സ്തോത്രം ചെയ്യുവാനോ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ ഭാഗത്ത് പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അൽഹോറിൽ AG ചർച്ചിൽ കൂടി വന്നപ്പോൾ ഞാൻ അതിന്റെ ഒരു ചെറുതായിട്ടൊന്ന് അതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചിരുന്നു. ദൈവത്തിന് നന്ദി പറയാനായിട്ട്, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് വീണ്ടെടുക്കപ്പെട്ടു വിളിച്ചു വേർതിരിക്കപ്പെട്ട നമുക്ക് മറ്റുള്ളവർക്കുള്ളതിനേക്കാളും വ്യത്യസ്തമായ ഒരു കാരണമുണ്ട്.
എനിക്ക് തോന്നുന്നത് അതായിരിക്കണം നമ്മുടെ സ്തോത്രത്തിന്റെയും നന്ദിയുടെയും കാരണം. ഹല്ലേലൂയ. എന്താ ദൈവമക്കൾക്ക് വ്യത്യസ്തമായി, ലോകക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവമക്കൾക്കുള്ള കാരണം? അതോർത്ത അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തിനെ ബ്ലെസ്സസ് ഗാഡ്, ധന്യനായ ദൈവം. കാരണം എനിക്ക് ലഭിച്ച, ഒന്ന് പറയുക, എനിക്ക് ലഭിച്ച രക്ഷയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ, എനിക്ക് ലഭിച്ച നിത്യജീവനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ, എന്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ഐ താങ്ക് ഗാഡ്. എന്റെ പ്രിയരെ, നമ്മുടെയും ദൈവത്തിന് നാം കരകയറ്റുന്ന നന്ദിയുടെയും സ്തോത്രത്തിന്റെയും കാരണം ഇതാവണം. എനിക്കതാ ഇന്ന് ഈ കൂട്ടായ്മയിൽ ദൈവമക്കളോട് പറയാനായിട്ടുള്ളത്. അതായെങ്കിലേ ഉള്ളൂ വർഷങ്ങളായിട്ട് അസുഖം പിടിച്ച് കിടപ്പിൽ ബെഡേ കിടക്കുന്ന വ്യക്തിക്കും നന്ദി പറയാനായിട്ട് സാധിക്കും. സാമ്പത്തികമായിട്ട് ഞാൻ വലിയ ഞെരുക്കത്തിലാ, പക്ഷെ അതിന്റെ നടുവിലും എനിക്ക് നന്ദി പറയാൻ സാധിക്കണമെങ്കിൽ എന്റെ നന്ദിയുടെ കാരണം ദൈവം എനിക്ക് തന്ന ആ രക്ഷയായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഏത് അവസ്ഥയിലൂടെ വേണേലും കടന്നു വെക്കോട്ടെ, പക്ഷെ എനിക്ക് ലഭിച്ച നിത്യതയെ കുറിച്ച് ഓർക്കുമ്പോൾ, എനിക്ക് ലഭിച്ച രക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നന്ദി കരയറ്റാൻ സാധിക്കണം. എന്റെ പ്രിയരെ, ഹല്ലേലൂയ. അതുണ്ടെങ്കിലേ ഹൃദയത്തിൽ നിന്നുള്ള ശരിക്കുമുള്ള നന്ദി വരൂ. നമ്മുടെ നന്ദിയുടെ കാരണം അതായിരിക്കണം. ഹല്ലേലൂയ. ഈ പണ്ട് ഇന്ത്യയിൽ താമസിച്ചിരുന്ന, ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട് ഇതായിട്ട്, ഒരു UK-യിൽ നിന്ന് വന്ന ഒരു വനിതയുണ്ടായിരുന്നു. ആ വ്യക്തി തന്റെ 20s, മിഡ് 20s താൻ അവിടെ ഒരു നേഴ്സായിരുന്നു. ഒരു വലിയ നല്ല ഒരു പ്രോമിസിങ് ഫ്യൂച്ചറും നല്ലൊരു പ്രോമിസിങ് ലൈഫൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു UK-യിൽ താമസിച്ചിരുന്ന ഈ ഒരു വനിത, ദൈവത്തിന്റെ ഒരു കോള് തനിക്ക് കിട്ടിയപ്പോൾ താന് ഒന്നും തന്റെ പ്രോമിസിങ് കരിയറിനെയോ പ്രോമിസിങ് ഫ്യൂച്ചറിനെയോ ഒന്നും നോക്കാതെ താൻ ഇന്ത്യയിലേക്ക് വന്നു. അനേക വർഷങ്ങൾക്ക് മുൻപാ ഇന്ത്യയിൽ വന്ന് തമിഴ്നാട്ടില് തഞ്ചാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആ വനിത വന്ന് താമസിച്ചു. അന്ന് തഞ്ചാവൂരില് നിലനിന്നിരുന്ന ഒരു സോഷ്യൽ ഈവിൾ ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഒരു അന്ധവിശ്വാസം, അല്ലെങ്കിൽ ആ നിലയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം, ദേവദാസി സമ്പ്രദായം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അവിടെയുള്ളവര് തന്റെ ഭവനത്തിൽ ജനിക്കുന്ന കുഞ്ഞു പെൺകുട്ടികളെ ദേവീമാർക്ക് സമർപ്പിക്കുന്ന ആ ഒരു സമ്പ്രദായം. ശരിക്കും അത് ആ ക്ഷേത്രങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന അവിടുത്തെ കയ്യാളന്മാരായിരിക്കുന്നവരുടെ അവരുടെ വിഷയാസക്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ തഞ്ചാവൂർ ഡോണാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ഡോണാവൂർ. ഈ സ്ഥലത്ത് ഈ സഹോദരി വന്ന് ഈ ബ്രിട്ടീഷ് വനിത വന്ന് താമസിച്ചു. കർത്താവിന്റെ ഹിതപ്രകാരം അവിടെ ഒരു ശുശ്രൂഷ തുടങ്ങി. 3-4 വർഷം തികഞ്ഞില്ല, അതിനു മുമ്പ് ഷീ ഹാഡ് എ ഫോൾ. പുള്ളിക്കാരത്തി വീണു, സ്പൈനൽ കോഡിന് ഇഞ്ചേർഡ് ആയി, പിന്നെ ബെഡ് റിഡനായി. എന്റെ ശിഷ്ടകാലം ആ നാട്ടിലെ ബെഡ് റിഡനായിട്ടാണ് താൻ അവിടെ ജീവിച്ചത്. ഹല്ലേലൂയ. നമുക്ക് ചിലപ്പോൾ തോന്നും, എന്താ അല്ലേ, ദൈവം അയച്ചു അങ്ങോട്ട്, എന്നിട്ട് തന്റെ ബെഡ് റിഡനായി പോയി. വി ഡോണ്ട് നോ വൈ ഗാഡ് ഈസ് ഡൂയിങ് സച്ച് എ വേ. ഞാൻ എൻ്റെ ലൈഫിലേക്ക് നോക്കിയാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2012-13 രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായ ദൈവസഭയിൽ വെച്ച് വരുന്നത്. ദൈവം പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് ഇന്റർഫിയർ ചെയ്ത് ഞങ്ങൾ
രക്ഷിക്കപ്പെട്ടു എന്നൊരു ബോധ്യം ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾ ജീവിച്ചു തുടങ്ങിയത് 2015 ശേഷമാണ്. കാരണം അതിന് അടിസ്ഥാനം ഈ വചനമായിരുന്നു. വചനം വായിച്ച് ചിന്തകൾ അല്ലെങ്കിൽ ബോധ്യങ്ങൾക്ക് മാറ്റം വന്ന് വചനത്തിനനുസൃതമായി ജീവിച്ചു തുടങ്ങിയവരാ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ജീവിച്ച് നല്ല ജോലിയിൽ ഞാൻ അവിടെ ആയിരിക്കുമ്പോഴാണ് ലിനു സൂചിപ്പിച്ചതുപോലെ അവിടെ നിന്ന് ജോലി പോയി, ഞങ്ങൾ നാട്ടിൽ പോയി. അങ്ങനെ ഞാൻ ഈ സെമൈസ്മ വന്നിട്ട് അവിടെ ജീവിക്കുന്നത് വളരെ വ്യത്യസ്തമായ സാഹചര്യം. പലപ്പോഴും ഞാൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച? ഒരു സാധാരണ പെന്തക്കോസ്തുകാരന് ചോദിച്ചാൽ പറയും, പിന്നെ എന്തോ പ്രശ്നം ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു സാധാരണ എന്തോ പ്രശ്നം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. എന്റെ പ്രിയ, ഇതിന്റെ ഒന്നും കാരണം ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, വില്യം ടിൻഡെയിലിനെ കത്തിക്കരുത്, കീല് വെച്ചിട്ട് പോസ്റ്റെ കെട്ടിവെച്ച് കത്തിച്ചു കളയുക. പിന്നെ വേറൊരു ദേവദാസനുണ്ട്, പുള്ളിയുടെ ഭാര്യയ്ക്ക് പ്രാന്ത്, മക്കളെല്ലാം മരിച്ചുപോയി, പേര് പറഞ്ഞു. അപ്പൊ എന്താ ദൈവം ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വി ഡോണ്ട് നോ. ഞാനതാ കഴിഞ്ഞ ആഴ്ചയിലും സൂചിപ്പിച്ചിരുന്നു, ദൈവം സർവശക്തനാണ് പ്രിയരെ, പക്ഷെ ദൈവം സർവാധികാരിയും കൂടിയാണ്. നമ്മുടെ സർവത്തിനും അധികാരിയാ ദൈവം. അതുകൊണ്ടല്ലേ ഇയ്യോബ് പറഞ്ഞത്, ദൈവം തന്നു ദൈവം എടുത്തു, ദൈവനാമം വാഴ്ത്തപ്പെട്ടു മാറാൻ. ദൈവം സർവാധികാരിയാണ്. സീ ലുക്ക് അറ്റ് ദിസ് ലേഡി. ദൈവം വിളിച്ച് താൻ അയച്ചു വന്നതാ, പക്ഷെ ഒരു ഫോളായി പോയി ബെഡ് റിട്ടേണായി. ഹല്ലേലൂയ. പക്ഷെ അനേക വർഷങ്ങൾ കഴിഞ്ഞ് ആ ദേശത്തിനൊരു വലിയ മാറ്റം വന്നു. ഇന്നും ആ ദേശത്തിന് നസ്രയത്ത് എന്ന ആ ദേശത്ത് അറിയപ്പെടുന്നു. ഇന്നും ആ തഞ്ചാവൂരിലെ ആ ഒരു ഗ്രാമത്തിന് നസ്രയത്ത് എന്ന് അറിയപ്പെടുന്നു. ആ സമ്പ്രദായം അവിടെ നിന്ന് മാറി, ആ സോഷ്യൽ ഈവിള് മാറി, അവിടെ ഒരു വലിയ മാറ്റം വന്നു. അവിടെ സുവിശേഷം പ്രചരിച്ചു. ഈ സഹോദരി എഴുതിയ ഒരു പുസ്തകമാ ഹല്ലേലൂയ, ലെറ്റ് ദ ലിറ്റിൽ ചിൽഡ്രൻ കം അൺടു മീ. അതൊരു പുസ്തകമാണ്, ലെറ്റ് ദ ലിറ്റിൽ ചിൽഡ്രൻ കം അൺടു മീ. അപ്പോ ഈ ബെഡ് റിഡനായി കിടക്കുന്ന ഈ സഹോദരി എമി കാർമൈക്കിൾ എന്ന ആ ലേഡിയുടെ പേര്, എമി കാർമൈക്കിൾ. പുള്ളിക്കാരത്തി എഴുതിയ ഒരു പോയമാ ദ കാൽവരി ലവ്, അല്ലേ? What do you know about the Calvary love? ഏതവസ്ഥയിൽ കിടക്കുമ്പോഴും അനങ്ങാൻ മേലാതെ ബെഡ് റിഡനായി കിടക്കുമ്പോ ഈ സഹോദരി എഴുതിയ പോയമ What do you know about the Calvary love? എന്റെ പ്രിയരെ, ആ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പോയമ. നിങ്ങൾ അത് പറ്റുമെങ്കിൽ അത് ഈസിലി അവൈലബിൾ ആ ഓൺലൈനിൽ, ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി. അതിങ്ങനെ വരും. പിള്ളേരെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു പോയമ. What do I know? അത് പറയുന്നുണ്ട്, നിനക്ക് നിന്റെ സഹോദരനോട്, നിനക്ക് നിന്റെ കൂട്ടുകാരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ what do you know about the Calvary love? നിനക്ക് കാൽവരി സ്നേഹത്തെ കുറിച്ച് എന്തറിയാം? അതിങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തേക്കുക. നിനക്ക് പൊറുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ what do you know about the Calvary love? നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിനക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, നിനക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ what do you know about the Calvary love? ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന ഇത് ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. കാരണം ദൈവം നമുക്ക് നമ്മളോട് കാണിച്ച് ഏറ്റവും വലിയ സ്നേഹമാ നമുക്ക് ലഭിച്ച രക്ഷ. അതിനപ്പുറത്തോട്ട് അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. ഒരു പാപി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? അത് ഈസി ആയിട്ടുള്ള അത്ഭുതമാണെങ്കിൽ എത്ര പാപികൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ചുറ്റും നോക്ക്.
അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. അതിനേക്കാൾ വലിയൊരു അത്ഭുതമില്ല. നിത്യജീവൻ, നിത്യതയിൽ നാം ദൈവത്തോട് കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയാ, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ അവിടുന്ന് ധന്യനായ ഏകാധിപതി എന്ന് പറയാൻ എന്റെ സാഹചര്യം, ഞാൻ കാരാഗ്രഹത്തിലായിരിക്കും, അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ ആരായിരുന്നു, ഞാൻ എന്താണ് ഇപ്പോൾ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിക്കാനല്ലാതെ മറ്റൊന്നും പറ്റുന്നില്ല. എന്റെ പ്രിയരെ, നമുക്കും ഇത് തന്നെ ആയിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ് എങ്കിൽ അനുഗ്രഹം ലഭിക്കാത്തവർക്ക് സ്തുതിക്കാൻ പറ്റത്തില്ല. നമുക്ക് ലഭിച്ച വിടുതലാണെങ്കിൽ, ആരോഗ്യമായ വിടുതലാണെങ്കിൽ, വിടുതൽ ലഭിക്കാത്തവൻ എങ്ങനെ സ്തുതിക്കും? പക്ഷെ എല്ലാവർക്കും സ്തുതിക്കാം. എന്തോർത്താ? എനിക്ക് ലഭിച്ച രക്ഷയെ കുറിച്ച് ഓർത്താൽ ഏതവസ്ഥയിലായിരിക്കുന്നവനും സ്തുതിക്കാൻ പറ്റും. നമ്മുടെ സ്തുതി സ്തോത്രങ്ങളുടെ കാരണം ബേസ് അതായിരിക്കണം. ദൈവം അത് നമ്മളോട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതാണ് എന്നെ ഭരിക്കുന്നതെങ്കിലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു നല്ല ശതമാനം പ്രശ്നവും മാറിപ്പോയി നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസിനും എനിക്ക് ലഭിച്ച രക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ പുഞ്ചിരി മുഖത്തുണ്ടാവണം. ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലായിരുന്നു എനിക്ക്, പക്ഷെ എനിക്ക് ലഭിച്ച രക്ഷയെ കുറിച്ച് ഓർക്കുമ്പോൾ, ജോലി സ്ഥലത്ത് ഈ ദേശത്തുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തി, നമ്മളെ തഴഞ്ഞു മാറ്റി നിർത്തി, നമ്മളെ ഇഗ്നോർ ചെയ്യുമ്പോൾ ചെറിയൊരു പുഞ്ചിരി മാത്രം മതി. ഞാൻ നിത്യതയിൽ ദൈവത്തോടൊപ്പം കാണും, അവിടുത്തെ വരവിങ്കൽ ഞാൻ കാണും. ഇതൊക്കെ ഇപ്പൊ തീരും അല്ലേ? സിജറോയൊക്കെ തീർന്നില്ലേ? എന്തായാലും കുറവ് ഒരു കുറവില്ലായിരുന്നല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ശ്രേഷ്ഠമായ ഈ ഗിഫ്റ്റിന്റെ ഒരു ശ്രേഷ്ഠത എന്താണെന്നറിയോ? ഇത് ലോകത്തിന് തരാനും പറ്റില്ല, ലോകത്തിനൊട്ടെടുക്കാനും പറ്റില്ല. ഏത്? നമുക്ക് ലഭിച്ച രക്ഷ ഈ ലോകത്തിന് നമുക്ക് തരാനും പറ്റില്ല, ലോകത്തിൽ ആര് ശ്രമിച്ചാലും അത് നമ്മുടെ എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ദൈവം അവന്റെ സ്നേഹത്തിൽ എനിക്ക് തന്നതാ. നിത്യതയിൽ ഈ അഖിലാണ്ടം ഭൂഖണ്ഡം ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം തന്റെ തൃത്വത്തിന്റെ വൃത്തത്തിൽ ഇരിക്കുമ്പോ തന്റെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ഉള്ളങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ ഉള്ളിലുണ്ടായ സ്നേഹത്തിന്റെ ഒരു വേലിയേറ്റത്തിൽ അതിന്റെ ഫലമാ ഞാൻ ദൈവനാമത്തിൽ രക്ഷിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഈ ഭാഗം നോക്കിയാൽ ഈ അനുഗ്രഹത്തെ കുറിച്ച് അപ്പസ്തലൻ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമേ. ഈ അനുഗ്രഹത്തിന്റെ ഒറിജിൻ എവിടുന്നാ? പിതാവായ ദൈവം. ഹല്ലേലൂയ. The origin of this blessing comes from പിതാവായത്. അതാ താഴോട്ട് നിങ്ങൾ 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഗ്രീക്കിൽ ഒരൊറ്റ സെന്റൻസ് ആണ്. 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ആ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ Paul is bursting out. ഹല്ലേലൂയ. നോക്കിക്കേ, പിതാവിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അവനിൽ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ, സൗജന്യമായി നമുക്ക് നൽകിയ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ധാരാളമായി കാണിച്ച അതിന്റെ 8-ാം വാക്യത്തിൽ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം, ഹല്ലേലൂയ, തന്റെ മുൻ നിർണയത്തിന്റെ പ്രസാദത്തിൽ തക്കവണ്ണം. ഇങ്ങനെ ഓരോന്നും പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. 11-ാം വാക്യം വരെ നമുക്കത് കാണുവാൻ സാധിക്കും. കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായിക്കൊണ്ട് തന്നെ. ഹല്ലേലൂയ. രണ്ടാമത്, ഈ അനുഗ്രഹം നമുക്ക് ഈ അനുഗ്രഹത്തിന്റെ ഒറിജിൻ എവിടുന്ന? പിതാവായ ദൈവം. ഇത് നമുക്ക് ലഭിക്കാൻ കാരണമായത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. അവനിൽ എന്നാ താഴോട്ട് പിന്നെ പറയുന്നല്ലേ, ക്രിസ്തുയേശുവിൽ നിങ്ങളെ വിളിച്ചു, നിങ്ങളെ വേർതിരിച്ചു. പിതാവിന്റെ സന്നിധിയിലേക്ക് ക്രിസ്തുവിലല്ലാത്ത ഒരുവൻ വരുമ്പോ അവൻ മുഴുവനും പാപിയായിട്ട് പാപത്തില് കറയും കളങ്കവും അല്ലെ
ദോഷിയുമായിരിക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ, ഹല്ലേലൂയ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോ ക്രിസ്തുവ് മുഖാന്തരമാ നമുക്ക് നമ്മുടെ നീതീകരണം അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ കഴുകൽ ഉണ്ടാവും. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നത്: ഉലക സ്ഥാപനത്തിൻ മുൻ ഉളവായുരൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. എന്റെ പ്രിയരെ, ഐ ഡോണ്ട് നോ വൈ ഹി സെലക്ടഡ് മീ. എനിക്കൊന്നും പുകഴാനില്ല, ഒരു കാരണവുമില്ല. അതുകൊണ്ടാ നമ്മുടെ ബെൻബ്രദർ പറഞ്ഞ പോലെ അതുകൊണ്ടാ നമുക്ക് എളിമയുണ്ടാവേണ്ടത്. എനിക്കൊന്നും പുകഴാനില്ല. കാരണം ഞാൻ എന്നിലേക്ക് നോക്കിയാൽ ഒരു യോഗ്യതയുമില്ല, കർത്താവിന്റെ സ്നേഹം മാത്രം. പിന്നെ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ ഈ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഡ്യൂട്രോണമിയുടെ പുസ്തകം, ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നു. ഇസ്രായേൽ ജനത്തെ കുറിച്ച് ആവർത്തന പുസ്തകം അത് വായിച്ചല്ലോ. 7-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും വലിപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തെരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുത്തതാ. എന്റെ പ്രിയരെ, ഇതാ നമ്മുടെ കാര്യത്തിൽ ദൈവം സ്നേഹിച്ചുകൊണ്ട് നമ്മളെ തെരഞ്ഞെടുത്തതാ. നമ്മുടെ എന്തെങ്കിലും കൊണ്ടോ ഇസ്രായേലിനെ കൊണ്ട് നിങ്ങൾ വലിയ ജാതിയോ നിങ്ങൾ ഏറ്റവും ചെറുതല്ലായിരുന്നു, ഏറ്റവും കുറഞ്ഞവരല്ലായിരുന്നു, പക്ഷെ യഹോവ നിങ്ങളെ സ്നേഹിച്ചു. എന്റെ പ്രിയരെ, ഈ ദൈവത്തിന്റെ സ്നേഹമാ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും വിസിറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെയും നന്ദി നമ്മൾ ദൈവത്തിന് കരകയറ്റുന്നുണ്ടെങ്കിൽ, സ്തോത്രം ദൈവത്തിന് കരകയറ്റുന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം നമുക്ക് ലഭിച്ച ഈ വലിയ ഭാഗ്യമായിരിക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്, തനിക്കുള്ള സമ്പത്തെല്ലാം വിറ്റ് വയല് വാങ്ങി. കാരണം അവൻ തന്റെ സമ്പത്തിനേക്കാളും അധികമായിട്ട് ഒരു നിധിയെ അവൻ കണ്ടു. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ഈ വിളിയെ ഇത്ര വലിയ മൂല്യമുള്ളതായിട്ട്? നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ ഈ വിളിക്ക് ഇത്ര വലിയ, ഇതിനെ നമുക്കൊരു ഒരു ഒരു മുത്തായിട്ട് മണിക്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ഈ കൂട്ടായ്മ കടന്നു വരുമ്പോ, നമ്മൾ ഇന്നത്തെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എനിക്ക് ലഭിച്ച വിളിയെ ഓർത്ത് നന്ദി പറയുവാനുള്ള കൃപ ദൈവം നമ്മുടെ ഉള്ളങ്ങളിൽ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർന്നും ഈ മീറ്റിംഗ് ഓൺലൈനിൽ കൂടെ ദൈവം അനുവദിക്കുന്നെങ്കിൽ കണ്ടിന്യൂ അടുത്ത ആഴ്ച നമുക്ക് കാണും. നാട്ടിലായിരുന്നാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ പ്രിയരെ, ഞാനിവിടെ വന്ന് ഇവിടെ മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ എന്നെ എപ്പോഴും ഭരിച്ചിട്ടുള്ളൊരു കാര്യം, വലിയ വലിയ ചർച്ചുകളും വലിയ വലിയ മെഗാ ചർച്ചുകളും നടത്താൻ ആൾക്കാരുണ്ട്. പക്ഷെ ദൈവത്തിന് അത് മാത്രമല്ല, ചെറിയ കൂട്ടായ്മകളും ചെറിയ കൂടിവരവുകൾ നടത്താൻ ആളുകളാണ്. എനിക്കുള്ളൊരു കോൾ അതാണ്. ദൈവത്തിന് വേണ്ടി ജയത്തോടെ വില്ലാളിയായിട്ട് വരാനും വേണം. ദൈവത്തിന് വേണ്ടി കഷ്ടത സഹിക്കാനും, ദൈവത്തിന് വേണ്ടി പീഡനമേൽക്കാനും, ദൈവത്തിന് വേണ്ടി നിന്നയും തിരസ്കരണം സഹിക്കാനും ആളുകൾ. ഓരോരുത്തർക്കും ഓരോ കോളല്ലേ. ഹല്ലേലൂയ. ശരിക്കും എനിക്ക് എൻ്റെ ഒരു കോൾ അങ്ങനെയായിട്ട് തോന്നുന്നത്. നമ്മൾ ഇവിടുന്ന് നിർത്തി വേറൊരു സ്ഥലത്ത് പോയാൽ അവിടെ ദൈവനാമത്തിൽ
അവിടെ ദൈവം ആഗ്രഹിക്കുന്നതിന് നമ്മൾ പ്രയോജനപ്പെടുക. അതാണ് ദൈവത്തിന്റെ ഹിതം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്താണ് നമ്മുടെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം എന്താ? ഇവിടെ വന്നു, ഈ പ്രിയപ്പെട്ടവനെ കണ്ടു, അപ്പോൾ നമുക്കിങ്ങനെ കൂടി വരുവാനായിട്ട്, ഈ ഭവനത്തിൽ നമുക്കിങ്ങനെ കൂടി വരുവാനായിട്ട് ദൈവം അവസരമൊരുക്കി. ഞാൻ നാളെ വെള്ളിയാഴ്ച വൈകിട്ട് നാട്ടിലോട്ട് പോകും. നാട്ടിൽ ചെന്നിട്ട് മാർച്ച് ആദ്യം ബഹ്റൈനിലേക്ക് കയറി പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ എൻ്റെ കുടുംബവും ദൈവാനുഗ്രഹിക്കുന്ന നാട്ടിലോട്ട് അങ്ങോട്ട് കൂടെ കടന്നു വരും. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ 2 സഹോദരന്മാരും ഇപ്പം ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട് ഈ ശരിക്കും രക്ഷിക്കപ്പെട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പലരും എനിക്ക് ജീവിതത്തിൽ നിന്നൊക്കെ മാറിപ്പോയപ്പോൾ ഞാനത് പലപ്പോഴും നമ്മൾ ദൈവനാമത്തിൽ നമുക്ക് അപ്പനും അമ്മയും നഷ്ടപ്പെട്ടാല് അതിൽ മടങ്ങ് നമുക്ക് ലഭിക്കുമെന്ന് പറയുന്നു. സഹോദരങ്ങൾ നഷ്ടപ്പെട്ടാല്, എനിക്ക് അങ്ങനെ കിട്ടിയൊരു സഹോദരനാണ് ലിനു. ശരിക്കും നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവം തരുന്ന, എനിക്ക് അങ്ങനെ കിട്ടിയ മാതാപിതാക്കന്മാരുണ്ട്, അങ്ങനെ കിട്ടിയ ജ്യേഷ്ഠന്മാരുണ്ട്. ഇവരുടെ ബന്ധങ്ങളും ഇവരുടെ ആ കൂട്ടുകെട്ടും നമ്മൾ ഇവിടം കൊണ്ട് നിൽക്കത്തില്ല. അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും. കാരണം നമ്മൾ നിത്യതയെ കാണും. രക്തബന്ധമൊന്നും ക്രിസ്തുവിലല്ല എങ്കിൽ നിത്യതയെ കാണത്തില്ല. ഇവിടം കൊണ്ടൊക്കെ തീരും. പക്ഷെ നമ്മൾ ക്രിസ്തുവിൽ ആണെങ്കിൽ നമ്മൾ ഇവരെ വീണ്ടും കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കാം. ബേബി ജോൺ ബ്രദർ പ്രാർത്ഥിച്ച് നമ്മൾ ഇന്നത്തെ കൂട്ടി ഒരു അവസാനിപ്പിക്കും.